നമ്മൾ ഇടുക്കിയിലാണ്, വഞ്ചിക്കവലയിലാണ്. റോഡിൽ വലിയ കുഴികളെല്ലാം രൂപപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. ഈ റോഡിലുടനീളം ഉണ്ട്. ഞാൻ ഒന്നോ രണ്ടോ കുഴികളൊക്കെ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. റോഡിലുടനീളം ഇതുപോലെ തന്നെ കുഴികളാണ്. അപ്പോൾ ഇത് ഈ മഴയായ സമയത്ത് രൂപം കൊണ്ടതല്ല. വെയിലായിരുന്ന സമയത്തും ഈ കുഴികൾ ഇവിടെ ഉണ്ടായിരുന്നു. മഴ വന്നതിന് ശേഷം ഒന്നുകൂടെ ഈ കുഴികളൊക്കെ വലുതായിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വാഹനം ഓടിച്ച് വരുന്ന സമയത്തൊന്നും ഈ കുഴികളൊന്നും കാണത്തില്ല. ടൂ വീലർ യാത്രക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കുഴിയിലൊക്കെ ചാടിയിട്ട് എങ്ങനെയൊക്കെയോ അവർ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഗൈസ്. വലിയൊരു ദുരന്തങ്ങളാണ് പലപ്പോഴും ഇവിടെ ഒഴിവായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുഴികളൊക്കെ ഒന്ന് വേനലുള്ള സമയത്തൊക്കെ ഒന്ന് അടച്ചിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടൊന്നും വരില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അവർ ഓരോ കുഴികളിൽ വന്ന് ചാടിയിട്ട് തെറിച്ച് പോകുന്നത് ഞങ്ങൾ കാണുകയാണ്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ വാഹനങ്ങൾ റോഡിൽ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ഈ റോഡ് ടാക്സ് ഒക്കെ നമ്മൾ നേരത്തെ അടച്ചിട്ടാണ് ഓടിക്കുന്നത്. അല്ല ചുമ്മാ അങ്ങോട്ട് ഓടിച്ചോണ്ട് നടക്കുകയൊന്നുമല്ല. അങ്ങനെ മേടിക്കുമ്പോൾ ഈ റോഡൊക്കെ ഒന്ന് നന്നായി പണിയണ്ടേ. അതൊന്നും ആളുകൾ ചെയ്യാനായിട്ട്, അല്ലെ അധികാരികൾ ചെയ്യാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വലിയ സത്യമുണ്ട്. കാരണം ഈ കുഴിയൊന്നും കാണാൻ സാധിക്കില്ല. ടൂ വീലർ യാത്രക്കാരൊക്കെ വന്നിട്ട് പല സമയങ്ങളിൽ ഈ വലിയ കുഴികളിൽ ചാടിയിട്ട് പോകുന്നത് കണ്ടു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നത് അവർ രക്ഷപ്പെടുന്നത്. കാരണം വലിയ വലിയ ദുരന്തങ്ങളാണ് ഇങ്ങനെയുള്ള കുഴികൾ രൂപപ്പെട്ട് ഈ റോഡിൽ പതിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ആളുകൾ ഈ വഴിക്കൊക്കെ വണ്ടി ഓടിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. എന്തായാലും ഇങ്ങനെയുള്ള ഈ കുഴികളൊക്കെ എന്തെങ്കിലും ചെയ്തൊന്ന് അടയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇല്ലേ റോഡ് അങ്ങ് ബ്ലോക്ക് ചെയ്യുക, അതായിരിക്കും നല്ലത്.